ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിന് ഈ കുഞ്ഞു ബൗളുണ്ടല്ലോ, ഇതിൻ്റെ അളവിലുള്ള റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓവനിൽ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിൽ 1 മിനിറ്റ് ഒന്ന് വെക്കുക. ഓവനിൽ 1 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. ഇതും ജസ്റ്റ് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്രൗൺ കളർ നമുക്ക് വരണം. ബ്രൗൺ കളർ വരുന്ന ടൈം വരെ നമ്മൾ ചെയ്യുക. ഇതുപോലെ ചെയ്യുക. ഇത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ചെറിയൊരു ക്യൂബ് ബട്ടർ മെൽറ്റ് ചെയ്ത് കാരമലൈസായ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ 250 ml പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബട്ടറും ഇതും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്ത 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. പിന്നെ ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലുണ്ടല്ലോ, കാരമലൈസ്ഡ് ആയിട്ടുള്ളൊരു പാലാണിത്. പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ, ഇത് രണ്ടുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച നേരത്തെ ആ പാത്രത്തിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത മിക്സറെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓവനിൽ ഒരു 3 മിനിറ്റ് സെറ്റ് ചെയ്ത് ഓവനിൽ വെക്കുക. പുഡിങ് റെഡിയായി കിട്ടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിങ്ങാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.